ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ ധ്യാൻ ശ്രീനിവാസൻ നായകനായെത്തിയ നദികളിൽ സുന്ദരി യമുന എന്നുള്ള സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് അത്യാവശ്യം മോശമല്ലാത്ത അഭിപ്രായമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിൻ്റെ പ്രതികരണം നമുക്ക് എങ്ങനെയുണ്ടെന്ന് കേട്ടോ നോക്കാം. കണ്ടിരിക്കാം, വലിയ ഭയങ്കരതാണെങ്കിലും കുഴപ്പമില്ല. കോമഡിയൊക്കെ ഉണ്ട്, ചെറിയ കോമഡിയൊക്കെ ഉണ്ട്. മറ്റ് സിനിമകളെ പോലെ തന്നെ അജു വർഗീസ് കുറച്ച് സീരിയസ് പോലെയുള്ള ഒരു വേഷം. ഒന്നും പറയാൻ പറ്റില്ല, സാധാരണ ഉള്ള ഫാമിലി കണ്ടിരിക്കാം, കുഴപ്പമില്ല. കണ്ടോണ്ടിരിക്കാൻ കുഴപ്പമില്ലാത്തൊരു പടമാണ്. കോമഡിയാണ്. നൈസാണ്, പക്ഷേ അത്ര സുഖമില്ല. കോമഡി ഉണ്ട്. നല്ല കോമഡി സിനിമയായിരുന്നു. പടം കൊള്ളാം, ഒരു കഥയും സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വേണമായിരുന്നു കഥയ്ക്ക്. നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഊഹിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ പടം സൂപ്പർ. പാട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് ആകാമായിരുന്നു. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് പണം വലിയ ഗുണമൊന്നുമില്ല. ഒരു പടം കൊള്ളത്തില്ല. വലിയ രണ്ട് മൂന്ന് കോമഡി പറയാനല്ലാതെ വേറെ ഒന്നും പടത്തിലില്ല. ആവറേജ് ഫിലിമാണ്. ജയിലർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പടത്തിന് വരുന്നത്, മലയാളം. അപ്പോൾ ഒരു ചെറിയ എനിക്ക് പ്രതീക്ഷ കുറവായിരുന്നു. പിന്നെ ആ ഒരു പേരിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടാണ് പടം കാണാൻ വേണ്ടി വന്നത്. കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. മറ്റേതിനെക്കാട്ടി ഒരു ധ്യാൻ ചെയ്ത ജയിലറിനെ കാട്ടി ഒരു ആശ്വാസം നൽകുന്ന ഒരു പടം തന്നെയാണ് അത്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല പടത്തിനെ കുറിച്ച് പറയാൻ. എന്തായാലും ഒരു ജസ്റ്റ് ഒരു ഫാമിലിക്ക് വന്നിരുന്ന ജസ്റ്റ് കണ്ടിറങ്ങാൻ ഒരു സന്തോഷിച്ച് ഇറങ്ങാൻ പറ്റിയ ഒരു സാധനം. വേറെ വൾഗറായിട്ട് അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യത്തിന് കോമഡിയൊക്കെ ഉള്ള ഒരു നല്ലൊരു സാധനമാണ്. പിന്നെ അജുവും ധ്യാനും ഒക്കെ അത്യാവശ്യം സ്കോർ ചെയ്തിട്ടുണ്ട് നല്ലപോലെ തന്നെ. എൻ്റർടൈൻമെൻ്റ് ആണ്, നല്ലതായിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്. വലിയ ബോറൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല എന്താ പറയുക, നല്ലൊരു ഓക്കെ വാച്ചാണ് സാധനം.